കൂട്ടുകാരെ, നല്ല നേരത്തിലേക്ക് സ്വാഗതം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ഒരു റാൻഡം ഡേയെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ഫസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോകാനുണ്ടായിരുന്നു. എന്തുകൊണ്ടോ എൻ്റെ വീട്ടിൽ ഡെലിവറായി പോവാതെ പോയ ഒരു പോസ്റ്റ് കളക്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അത് കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് സർവീസ് NSWയിലേക്കാണ്. പട്ടുചന്തയ്ക്ക് പോയതുപോലൊരു പോക്കായിരുന്നത്. പോയതും വന്നതും എല്ലാം ഒരുപോലെയായിരുന്നു. അവിടെ ചെന്നപ്പം ഇല്ല, നമ്മുടെ സർക്കാർ സ്ഥാപനത്തിൽ എവിടെയോ ചെല്ലുന്നു കൂട്ടാ. ഇന്ന് ചെല്ലുമ്പം ഇതില്ല, നാളെ വാ, നാളെ ചെല്ലുമ്പം ഇതില്ല, അടുത്ത ദിവസം വാ, അങ്ങനെ ഒരു ദിവസം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനിടാൻ വേണ്ടി ഉടുപ്പ് മേടിക്കാൻ ബെർക്കിൻ ഹെഡ് പോയിന്റിലേക്ക് പോയതാണ്. ചാറ്റ് എന്നെ ചതിച്ചു ഗൈസ്. ഞാൻ ചാറ്റ് മര്യാദയ്ക്ക് ചോദിച്ചതാണ്, മയറിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡ് എൻ്റെ കയ്യിലുണ്ട്, അത് മയറി മാത്രമല്ലേ വർക്ക് ചെയ്യൂ, മയറി മാത്രമല്ലേ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എൻ്റെ കോമൺ സെൻസിൽ ഞാൻ ചിന്തിക്കണമായിരുന്നു, മയറിൻ്റെ ഗിഫ്റ്റ് കാർഡ് മയറി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന്. ചാറ്റ് ചേട്ടൻ എന്നോട് പറഞ്ഞു അത് ഫോറെവർ ന്യൂയിലും ക്യൂയിലും പിന്നെ വേറെ കൊമൻട്രിയിലും ഒക്കെ വർക്ക് ചെയ്യുമെന്ന്. ഞാനിതൊക്കെ ആ ചേച്ചിയോട് ചോദിച്ച് കണ്ടുപിടിച്ച് ഈ കടകളിലെല്ലാം കയറി ഇറങ്ങാനുള്ള സന്തോഷത്തിൽ പോവുകയാണ് ഗൈസ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ വീണ്ടും രണ്ടാമതൊരു പട്ടി വീണ്ടും ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ക്യൂവിൽ കയറി ആ ചേച്ചിയോട് ചോദിച്ചു ഇവിടെ മയറിൻ്റെ കാർഡ് എടുക്കുമെന്ന്. ചമ്മി അടപ്പത്തെറിച്ചു. ഞാൻ പിന്നെ ഒരു ചമ്മി ചിരിയിൽ ഒതുക്കി. അത് പിന്നെ നിങ്ങളെ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഫോറെവർ ന്യൂയിൽ പോയി. അവിടെ ചെന്ന് വീണ്ടും ഇതേ ചോദ്യം ചോദിച്ച് ചമ്മി തിരിച്ച് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ മുഖത്തെ ഭാവം കണ്ടില്ലേ? ഭയങ്കര സന്തോഷമുള്ള ഭാവം. ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലായില്ലേ എൻ്റെ ശോകാവസ്ഥ എന്തായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്നിലും അങ്ങനെ അടിപതറുന്ന ടീംസ് അല്ല നമ്മൾ. അത് കാരണം നമ്മൾ ലിൻറ്റിൻ്റെ ഷോപ്പിൽ പോയിട്ട് നല്ല ഒരു മിൽക്ക് ഷേക്ക് അങ്ങ് കുടിച്ചു. ആഹാ, എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും കാലറി കൂട്ടുമ്പോൾ എന്താ ഒരു സന്തോഷം എന്നാണെന്നറിയത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു ലിൻറ്റിൻ്റെ മിൽക്ക് ഷേക്കൊക്കെ കിട്ടിയല്ലോ, ഇപ്പം മനസ്സൊന്ന് തണുത്തല്ലോ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് മയറിൽ പോകാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അവിടെ മിൽക്ക് ഷേക്ക് മേടിക്കാൻ നിൽക്കുന്ന സമയത്ത് അവരത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, ചുമ്മാ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഫാഷൻ ഷോ. ഇതായിരുന്നു ഞാൻ ആദ്യം ഇട്ട് നോക്കിയ ഡ്രസ്സ്. എന്താണെന്നറിയത്തില്ല, ഇതെനിക്ക് ഭയങ്കരമായി വല്ലാണ്ടെങ്കിൽ പ്രേമം തോന്നിയൊരു ഡ്രസ്സായിരുന്നു. അങ്ങനെ ഇതൊക്കെ ഇട്ട് നോക്കി. അവിടെ കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ട് നോക്കി. കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും ഞാൻ ഇതിനകത്തൊരു 2-2.5 മണിക്കൂർ നിന്നായിരുന്നു. എന്നിട്ട് പോയി തപ്പിപ്പിടിച്ചെടുത്ത ഡ്രസ്സുകളാണ് ഇതൊക്കെ. രണ്ടാമത്തെ ഡ്രസ്സായിരുന്നു ഇത്. മൂന്നാമത്തെ ഡ്രസ്സായിരുന്നു ഇത്, ഈ പച്ചയുടുപ്പ്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ജപ്പാൻകാരുടെ ഒരു പുരാതനമായ ജപ്പാൻകാർക്ക് ഈ ഡ്രസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ കാണുന്നവർ ദയവായി എന്നെ ചീത്ത വിളിക്കരുത്. എനിക്കങ്ങനെ ഓരോ സമയത്ത് ഓരോന്നൊക്കെ തോന്നും. ഇതായിരുന്നു ഞാൻ ലാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ ഡ്രസ്സ്. ഇതും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഗസ് ചെയ്യുക നിങ്ങൾ, ഞാനിതിൽ ഏത് ഡ്രസ്സായിരിക്കും എടുത്തിട്ടുണ്ടാവാൻ സാധ്യതയെന്ന്. എന്നിട്ട് എന്നെ തേരാപ്പാര ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് നേരെ ഇരുട്ടിയായിരുന്നു. വീട്ടിൽ ചെന്ന് വെച്ചുണ്ടാക്കി കഴിക്കാമെങ്കിൽ കഴിക്കാമായിരുന്നു. പക്ഷേ അതിനൊക്കെ ഭയങ്കര മടിയായത് കാരണം നേരെ പാരമറ്റിയിലേക്ക് വിട്ടു, ഹാരിസ് പാർക്കിലേക്ക് വിട്ടു. ഹാരിസ് പാർക്ക് എന്താണെന്ന് അറിയാമല്ലോ സിഡ്നിക്കാർക്ക്, മിനി ഇന്ത്യ. നമ്മളൊരു നോർത്ത് ഇന്ത്യയിലേക്ക് പോയ ഫീലാണ്. അവിടെ ചെല്ലുമ്പോൾ അയ്യോ അവിടെ മലബാർ ഗോൾഡ് ഉണ്ട്, സോ സൗത്ത് ഇന്ത്യ പോയ ഫീലും കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അത് അടച്ചേക്കുമായിരുന്നു. അതാണ് നമ്മൾ ചില്ലൻ ഗ്രില്ലിലേക്ക് വന്നു. നിങ്ങളുടെ യൂഷ്വൽ സ്പോട്ടാണ്. ഇതിനെപ്പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പ്രൊമോഷനല്ല, അവർ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊന്നുമേ തന്നിട്ടില്ല. ബട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി ഫുഡാണ് ചില്ലൻ ഗ്രില്ലിൽ. എൻ്റെ സെക്കൻഡ് ടൈമാണ് ഇവിടെ. ഞാൻ പല റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഒരു 2-3 റെസ്റ്റോറൻറ്റ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ് ചില്ലൻ ഗ്രിൽ. നല്ല അടിപൊളി. ഞാൻ എപ്പോഴും കഴിക്കാത്ത ടേസ്റ്റിലെ ഫുഡാണ് ഇവർ ആക്ച്വലി. സൗത്ത് ഇന്ത്യൻ എന്ന് ഞാൻ പറയുന്നില്ല. സൗത്ത് ഇന്ത്യൻ ഞാൻ കാര്യമായി എവിടെയും പോയിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ കേരളത്തിൽ കിട്ടാത്ത ടൈപ്പ് ടേസ്റ്റാണ്. ഫ്രൈഡ് മോമോസ് ഞാൻ യൂഷ്വലി ഒരു സ്റ്റീംഡ് മോമോസിൻ്റെ ഫാൻ ആയതുകൊണ്ട് എനിക്ക് ഫ്രൈഡ് മോമോസ് അധികം ഇഷ്ടപ്പെട്ടില്ലെന്നേ ഉള്ളൂ. ബട്ട് ഫ്രൈഡ് മോമോസ് വാസ് ഓസം. ഞാനത് നന്നായിട്ട് കഴിച്ച് നോക്കി ബോധ്യപ്പെട്ടിട്ടാണ് പറയുന്നത്. സത്യമായിട്ടും പ്രൊമോഷനല്ല, ബട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് പറയുന്നതാണ്. ഉറപ്പായിട്ടും ചില്ലൻ ഗ്രിൽ അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടില്ലേ ആ ചട്നിയൊക്കെ വാരി ഒഴിച്ച്. ഞാൻ പക്ഷെ അത് അധികം കഴിച്ചില്ല. എനിക്ക് 2 എണ്ണം കഴിക്കാനേ പറ്റിയുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം സോഗിയായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഫ്രൈഡിനെക്കാട്ടിലും.
ബട്ട് ഫ്രൈഡ് മൊമോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ഇതാണ്, എന്തു പറയുന്നത്, ചില്ലി ചിക്കൻ. പക്ഷേ ഭയങ്കര സോഗി ആയിട്ടുള്ള സെമി ഗ്രേവി ഉള്ളതല്ല, ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. ലൈക്ക് നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. ആക്ച്വലി അത് ഞാൻ എവിടുന്നും അങ്ങനത്തെ ഒരു ടേസ്റ്റുള്ള ചില്ലി ചിക്കൻ കഴിച്ചിട്ടില്ല. ഒരു നല്ല ചില്ലി ചിക്കൻ തന്നെയാണ്, നല്ല ചില്ലി ചിക്കൻ. ബട്ട് എനിക്ക് കുറച്ചൊരു സോസ് ഉള്ള അങ്ങനത്തെ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ വെക്കത്തില്ലേ, അങ്ങനത്തെ ടൈപ്പ് എനിക്കിഷ്ടം, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന. പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ മട്ടൺ കറി ഉണ്ടായിരുന്നു, നാൻ ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ആക്ച്വലി കേരളത്തിൽ കിട്ടുന്ന കൊടുത്ത ഫ്രൈഡ് റൈസ് അല്ല, വേറൊരു ഇതാണ്. ഇപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് നാനും അവരുടെ മട്ടൺ കറിയാണ്. അടിപൊളി, ഒന്നും പറയാനില്ല, നല്ല മട്ടൺ കറി. ഞാൻ ആക്ച്വലി മട്ടൺ കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ, ഇതെൻ്റെ 2ാമത്തെ പ്രാവശ്യമാണെന്ന് ഞാൻ മട്ടൺ കഴിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചാൽ ഒരു നല്ല മീറ്റായിരുന്നു എന്ന് ഞാൻ വളരെ വൈകിയാണ് റിയലൈസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, കുറേ സമയം ഉണ്ടല്ലോ, ഇപ്പം 20-ലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു, ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു. അവിടെ ചിക്കൻ ടിക്ക കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നടന്നു പോകുന്ന വഴിയാണ്, അവിടെ ഇങ്ങനെ കുറേ നോർത്ത് ഇന്ത്യൻ തുണിക്കടകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പറ്റാത്ത നമ്മുടെ സ്റ്റൈലൊന്നും അല്ല ഒന്നും. പിന്നെ ഇങ്ങനെ വെറുതെ ഒരു കടയിൽ ഇങ്ങനെ ചട്ടി കണ്ടപ്പം വെറുതെ കയറി നോക്കിയതാണ്. അത് മൺചട്ടിയാണോ ഗൈസ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ലൈക്ക് മൺചട്ടി തൊടുന്ന ഫീലല്ല അത് വരുന്നത്. അത് കാരണം അത് മൺചട്ടിയാണോ മൺചട്ടിയുടെ ഡ്യൂപ്പാണോ ആർക്കറിയാം. ഞാൻ എന്തായാലും ഒരു കടയ്ക്ക് കയറിയതല്ലേ, അപ്പം പിന്നെ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കണമല്ലോ, അതല്ലേ എൻ്റെ ഒരു ഇത്. അതാണ് ഞാൻ വെറുതെ പട്ടി ഷോയ്ക്ക് വേണ്ടി അതുവരെ കയറി ഇറങ്ങി നടക്കുക. അവിടെ ഇങ്ങനെ ചെന്ന് വന്നപ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു സൈക്കിക് വൈബ്രേഷൻ മണിച്ചിത്രത്താറ്റിലുള്ളത് കൊണ്ട് ഉണർന്നു ഗൈസ്. അപ്പോഴാണ് ഞാനവിടെ നമ്മുടെ നാട്ടിലെ ഈസ്റ്റേൺ ബ്രാഹ്മിൻസ് മുതലായ പൊടികളൊക്കെ കണ്ട് വരുന്നത്. അപ്പോൾ ഇതാ അപ്പുറത്തെ സൈഡിൽ പലതരത്തിലുള്ള സാമ്പാർ പൗഡർ, രസം പൗഡർ, ചിക്കൻ പൗഡർ, മീറ്റ് പൗഡർ, ഇതെല്ലാം നമ്മുടെ അതുപോലെ നോർത്ത് ഇന്ത്യൻ ഷോപ്പിൽ ചെന്നപ്പോൾ നമ്മുടെ സാധനങ്ങൾ കാണുമ്പോൾ എന്നറിയത്തില്ല, എനിക്കൊരു സംതൃപ്തിയൊക്കെ തോന്നാറുണ്ട്. തള്ള വൈബായതാവാം. പിന്നെ ചെറുപയർ കടലൊക്കെ കാണുമ്പോൾ എന്നെ ഇപ്പോൾ എക്സൈറ്റിംഗ് ആക്കാറുണ്ട് എൻ്റെ മൈൻഡ്. എന്താണെന്നറിയത്തില്ല, ഇതിനെയാണോ ഈ ഡാഡി വൈബ്, തന്ത വൈബ്, തള്ള വൈബ് എന്നൊക്കെ പറയുന്നത്? അങ്ങനെ അതൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ കോൾഗേറ്റ്, പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹിമാലയ, ഇതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. അങ്ങനെ വീണ്ടും മറ്റൊരു നോർത്ത് ഇന്ത്യൻ തുണിക്കട കൂടി കണ്ടു. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. എന്നറിയത്തില്ല, എനിക്കാണെങ്കിൽ മറ്റേ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റിട്ട് അലങ്കരിച്ച് കൂട്ടിയിരിക്കും ഇവരുടെ തുണിയൊക്കെ കാണുമ്പോൾ. ഞാൻ ജഡ്ജ് ചെയ്യുമല്ല, ബട്ട് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞുള്ളൂ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിലേക്കാണ് പോയത്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇന്നലെ എനിക്ക് ജിലേബി വയ്ക്കാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. ബട്ട് നല്ല ഓതൻറ്റിക്കായിട്ട് നല്ല നാച്ചുറലായിട്ട് ജിലേബി റബ്ഡിയും കിട്ടുന്നൊരു ഷോപ്പാണിത്. ഇന്നലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മേടിച്ചൊന്നുമല്ലാതെ ആ ജിലേബി ഇപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ കഴിച്ചു തീർത്തിട്ടില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്കവിടെ ചെല്ലുമ്പോൾ ജിലേബി മേടിക്കാൻ തോന്നും. അത്ര ടേസ്റ്റുള്ള, അസാധ്യ ടേസ്റ്റുള്ളൊരു ജിലേബിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലൈക്ക് എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ നാട്ടിൽ വെച്ചിട്ടൊരു ജിലേബി ഫാനേ അല്ല, ഞാൻ ലഡു ഫാനാണ്. എനിക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണ്. ജിലേബിയോ വേണ്ട എന്ന് പറയുന്ന ഇത്. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ക്രഞ്ചി ആയിട്ടുള്ള, നമ്മൾ കടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുക, ഒരു ക്രഞ്ചിനെസ്സിൻ്റെ ലൈക്ക് അങ്ങനത്തെ ജിലേബി. ലൈക്ക് അത് ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. പ്രത്യേകിച്ച് അവരുടെ നെയ്യ്, അതെടുത്ത് പറയേണ്ട കാര്യം, അവരത് ആഡ് ചെയ്യുന്നത് ലൈക്ക് ഞാൻ പല ഷോപ്പിലും ഈ ഒരു ഏരിയയിൽ തന്നെ നെയ്യ് കിടക്കുന്ന ഭയങ്കര ബ്രൗണിഷ് ആയിട്ടുള്ള കളറിലാണ്. ബട്ട് ഇത് നമ്മുടെ ആക്ച്വൽ നെയ്യുടെ കളറിൽ തന്നെ ആ ഒരു ഗോൾഡൻ യെല്ലോവിഷ് കളറിൽ തന്നെയാണ്. ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ നന്നായിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവരെടുത്ത് മാറ്റുകയും ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അത്രയും നല്ല ക്ലീൻ ആൻഡ് ഒതൻറ്റിക്കായിട്ട് ജിലേബി കിട്ടുന്നൊരു ഷോപ്പാണ്. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ദിവസം. അങ്ങനെ ഹാരിസ് പാർക്കിൻ്റെ സൈഡിൽ ഒരു സ്ഥലമുണ്ട് നമുക്ക് ഇരിക്കാം, പാർക്ക് ചെയ്യുന്നുണ്ട് സൈഡിൽ. അങ്ങനെ അവിടെ പോയി ഇരുന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ജിലേബി എടുത്ത് കഴിച്ചതാണ്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ജിലേബിയുടെ കാര്യം പറയുമ്പോഴേ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇതൊക്കെ എനിക്കല്ലേ കിട്ടുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ കിട്ടാനല്ലേ? അതിന് നിങ്ങൾ കടയിൽ പോയി വല്ല ലഡുവോ ജിലേബിയോ സമോസയോ പഫ്സൊക്കെ വാങ്ങി കഴിക്കണം. എന്നിട്ട് നിങ്ങൾ ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ കഴിച്ചിട്ടിടൂ. ഇവിടെ ഒന്നും കിട്ടത്തില്ല. ഞാനിതൊക്കെ ഇവിടെ കിട്ടുന്നതൊക്കെ ഞാൻ കഴിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം. ഇങ്ങനെ തേരാപ്പാര നടന്നു ഇങ്ങനെ കളഞ്ഞു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.